തൃശൂർ വാടാനപ്പള്ളിയിൽ ബി.ജെ.പിയുടെ കിറ്റ് വിതരണത്തെ ചൊല്ലി വലിയ സംഘർഷമുണ്ടാവുകയാണ്. ബി.ജെ.പി കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സ്ഥലത്ത് ഉന്തും തള്ളുമുണ്ടായി. കോൺഗ്രസ് സ്ഥാനാർത്ഥി ടി.എൻ. പ്രതാപനും എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥനും സ്ഥലത്തെത്തിയിട്ടുണ്ട്. കിറ്റുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഗോഡൌണിന് മുൻപിലാണ് എൽ.ഡി.എഫ്, യു.ഡി.എഫ് പ്രവർത്തകരുടെ പ്രതിഷേധം. ഇപ്പോൾ ഈ ഗോഡൌണിന് മുകളിൽ ബി.ജെ.പി നേതാവും നടനും മറ്റ് നേതാക്കളും എത്തിയതോടെ പരസ്പരം പോർവിളിയായി. എൽ.ഡി.എഫ്, യു.ഡി.എഫ് പ്രവർത്തകർ തമ്മിലുള്ള ഉന്തും തള്ളുമാണ് വാടാനപ്പള്ളിയിൽ. അത്യന്തം നാടകീയമായ സാഹചര്യമാണ് വാടാനപ്പള്ളിയിൽ ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇപ്പോൾ നടൻ ദേവനാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ദേവനാണ് ആ ഗോഡൌണിന്, കിറ്റ് സൂക്ഷിച്ചിരിക്കുന്ന ഗോഡൌണിന് മുകളിൽ കയറി നിൽക്കുന്നത്. പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയോ ആംഗ്യം കാണിക്കുകയോ എന്തൊക്കെയോ ദേവൻ ചെയ്യുന്നുണ്ട്. അവിടെ അത്യന്തം നാടകീയമായ സംഭവങ്ങളാണ് വാടാനപ്പള്ളിയിൽ നിന്ന് തത്സമയം കാണുന്നത്. ലെവിൻ കെ വിജയൻ നൽകും തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ. ലെവിൻ, അത്യന്തം നാടകീയമായ സംഭവങ്ങളാണ് വാടാനപ്പള്ളിയിൽ ഇപ്പോൾ നടക്കുന്നതെന്ന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഈ ഗോഡൌണിന് മുകളിൽ നടൻ ദേവനെ അടക്കം കാണാം, ബി.ജെ.പി നേതാവിനെ അടക്കം കാണാം. എന്താണ് അവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ? അരുണി, നേരത്തെ തന്നെ ഈ വാടാനപ്പള്ളിയിലെ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു.ഡി.എഫ്, എൽ.ഡി.എഫ് പ്രവർത്തകർ പ്രദേശത്തെത്തി പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഈ സമയത്ത് ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കളും ഒ.ബി.സി മോർച്ച നേതാക്കളും അടക്കം ഈ കെട്ടിടത്തിനുള്ളിലുണ്ട് എന്നുള്ളത് ടി.എൻ. പ്രതാപൻ അടക്കമുള്ള, രവീന്ദ്രൻ മാഷ് അടക്കമുള്ള നേതാക്കൾ ആരോപിച്ചിരുന്നു. എന്നാൽ അതിനെ മറികടക്കുന്നതിന് വേണ്ടി ഈ കോൺഗ്രസ്, എൽ.ഡി.എഫ് പ്രവർത്തകരെ ഈ കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതെ തടസ്സം സൃഷ്ടിക്കുകയായിരുന്നു ബി.ജെ.പി പ്രവർത്തകരും മറ്റും ചെയ്തത്. പോലീസും സംഘർഷം ഉണ്ടാകാതിരിക്കാൻ ഈ രണ്ടു കൂട്ടരെക്കിടയിൽ നിറക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. ഇതിനിടയിലാണ് ബി.ജെ.പി നേതാവും നടനുമായിട്ടുള്ള ദേവൻ കൂടി ഈ വാടാനപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് പറയുന്നത്. ഇവർ ഈ സംശയം ഉന്നയിച്ച കെട്ടിടത്തിനുള്ളിൽ ദേവനുണ്ട് എന്നുള്ളതായിരുന്നു ആരോപണം. ഈ കിറ്റ് തയ്യാറാക്കുന്നതടക്കം ദേവൻ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലായിരുന്നു എന്നുള്ളതും ടി.എൻ. പ്രതാപൻ അടക്കമുള്ളവർ ആരോപിച്ചിരുന്നു. അത് വ്യക്തമാക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ദേവനെ ഇവിടെ നിന്നും കാണാനാകുന്നത്. പുറത്ത് തങ്ങി നിൽക്കുന്ന ബി.ജെ.പി പ്രവർത്തകരോട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ദേവൻ പുറത്തെത്തി വീടിന്റെ ബാൽക്കണിയിലെത്തി നിന്ന് ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുക. ഏതായാലും മുദ്രാവാക്യം വിളിക്കുന്ന മറ്റ് എൽ.ഡി.എഫ്, യു.ഡി.എഫ് പ്രവർത്തകരെ കളിയാക്കുന്ന തരത്തിലുള്ള ഇടപെടലും പ്രതികരണങ്ങളും അല്ലെങ്കിൽ ആംഗ്യങ്ങളും ഒക്കെ നടന്റെ ഭാഗത്തു നിന്നും ബി.ജെ.പി നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇത് ഏതായാലും പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ തന്നെയാണ് എൽ.ഡി.എഫ് പ്രവർത്തകരും യു.ഡി.എഫ് പ്രവർത്തകരും ഇവിടെയുള്ളത്. അവിടെ നിൽക്കുന്ന ചില ബി.ജെ.പി നേതാക്കൾ ഇവിടെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഒരു ഷോ ഇറക്കുന്ന മാതിരി ചില ആംഗ്യങ്ങളും മറ്റും കാണിക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏതോ വലിയ കാര്യങ്ങൾ ചെയ്ത മാതിരിയുള്ള ഇടപെടലാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏതായാലും കിറ്റുകൾ വിതരണം ചെയ്ത് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതും പോലീസും അവിടെ നിന്നും എത്തിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പരിശോധനകൾ നടത്തിയപ്പോൾ വ്യക്തമായിട്ടുണ്ട്. സമാനമായ രീതിയിൽ തൃശ്ശൂരിലും ഇതേ നിലയിലുള്ള കഴിഞ്ഞ ദിവസം കിറ്റുകൾ കണ്ടെത്തിയിരുന്നു, പിടിച്ചെടുത്തിരുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ബി.ജെ.പിയും ആർ.എസ്.എസും നടത്തുന്നത് എന്നുള്ളതാണ് എൽ.ഡി.എഫ് പ്രവർത്തകർ ആരോപിക്കുന്നത്. അത് സാധൂകരിക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകളാണ് ബി.ജെ.പി നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും ഔദ്യോഗികമായ ഒരു വിശദീകരണം ഇവരുടെ ഭാഗത്തു നിന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ബി.ജെ.പി സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളും ഇക്കാര്യങ്ങളിൽ മൗനം തുടരുകയാണ്. ജില്ലയിൽ തൃശ്ശൂരിലും അതോടൊപ്പം തന്നെ വാടാനപ്പള്ളിയിലുമാണ് ഇത്തരത്തിൽ കിറ്റുകൾ പിടികൂടിയിട്ടുള്ളത്. ദേവനടക്കമുള്ള ബി.ജെ.പി നേതാക്കളുടെ പങ്കും അതിലൂടെ തന്നെ വ്യക്തമായിട്ടുണ്ട്. എങ്കിലും ബി.ജെ.പി നേതാക്കൾ മൗനം തുടരുകയാണ്. ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കെ അനീഷ് കുമാർ മത്സരിക്കുന്ന മണലൂർ മണ്ഡലത്തിൽ വാടാനപ്പള്ളിയിലാണ് ബി.ജെ.പിയുടെ ഏകദേശം ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് ഈ പ്രദേശങ്ങളിൽ വാടാനപ്പള്ളി. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു അനധികൃത ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനും നോക്കി നിൽക്കെയാണ് ഈ നടപടികൾ നടന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. തൃശ്ശൂരിൽ കേസെടുത്തതിന് പിന്നാലെ വാടാനപ്പള്ളിയിലും ബി.ജെ.പി നേതാക്കൾ ഇത്തരത്തിൽ ധൈര്യപൂർവ്വം കിറ്റുകൾ വിതരണം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതും ഒരു ഗുരുതരമായ സംഗതിയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, നമുക്കറിയാം, ഈ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പി ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളുള്ള സ്ഥലമാണ്. അവർക്ക് അവിടെ ബി.ജെ.പി അവരുടെ എ ക്ലാസ് മണ്ഡലമായി കണക്കാക്കുന്ന സ്ഥലമാണ് തൃശ്ശൂർ അടക്കമുള്ളത്. അപ്പോൾ അവിടെ ഇത്തരത്തിൽ ആ ജില്ലയിൽ ഉൾപ്പെടുന്ന മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഈ സ്ഥലത്ത് കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാവുന്ന ലക്ഷ്യത്തോടു കൂടി ഈ കിറ്റ് വിതരണം സജ്ജീകരിക്കുമ്പോൾ അതിൽ ബി.ജെ.പി നേതാക്കൾക്ക് ഒഴിഞ്ഞു മാറാനാകില്ല. ബി.ജെ.പിയുടെ നേതൃത്വത്തിനും അവിടുത്തെ ബി.ജെ.പി സ്ഥാനാർത്ഥിക്കും ഒഴിഞ്ഞു മാറാനാകില്ല. പത്മജി അടക്കമുള്ള ആളുകൾ ഇതിന് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ലെവിൻ സൂചിപ്പിച്ചതുപോലെ
പോലെ എന്തോ വലിയ മഹത്തരമായിട്ടുള്ള ഒരു കാര്യം ചെയ്താണ്. ചട്ടലംഘനമല്ല എന്ന് പോലും മനസ്സിലാക്കുന്നില്ല ദേവനടക്കമുള്ള BJP നേതാക്കൾ എന്നതാണ്. പ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ടടക്കമാണ് അദ്ദേഹത്തിന്റെ ആംഗ്യ വിക്ഷേപങ്ങൾ അവിടെ അദ്ദേഹം നടത്തുന്നത്. അപ്പോൾ BJP പ്രതിരോധത്തിലായി എന്ന് തന്നെ പറയാം. കൃത്യമായി തന്നെ ഇക്കാര്യത്തിൽ ഒരു നിയമ നടപടി ഉണ്ടാകും. BJP നേതൃത്വം അതിൽ ഉത്തരം പറയേണ്ടിയും വരും. തീർച്ചയായും BJP അതിന് മുതിരുമെന്നുള്ള കാര്യത്തിലൊന്നും നമുക്കിതുവരെയും അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും മറ്റോ ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ ജില്ലാ നേതാക്കൾ മുതൽ സംസ്ഥാന നേതാക്കൾ വരെയുള്ള ആളുകളുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ എന്താണ് പ്രതികരണമെന്ന് ചോദിച്ചിരുന്നു. പക്ഷേ ഒഴിഞ്ഞു മാറുകയും മറുപടിയില്ലാതെ മറ്റ് കാര്യങ്ങൾ പറയുകയുമാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. നഗ്നമായ തെരഞ്ഞെടുപ്പ് ലംഘനങ്ങൾ തന്നെയാണ് പല ഘട്ടങ്ങളിലും ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഗുരുവായൂരിൽ മതവിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്ന ആ സ്ഥാനാർത്ഥിയെ നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ തൃശ്ശൂരിൽ ഇത്തരത്തിൽ ഇടപെടൽ നടത്തി അനധികൃതമായി കിറ്റുകൾ വിതരണം ചെയ്യാനുള്ള ശ്രമം വാടാനപ്പള്ളിയിലും അത് ആവർത്തിക്കുന്നു. പക്ഷേ ഉത്തരേന്ത്യൻ മാതൃകയിലും അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ കാട്ടുപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാതൃകയിലും ഒക്കെയാണ് ഇവിടെ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്നുള്ളതാണ് ഇതിവിടെ കാണാൻ കഴിയുന്നത്. പച്ചയായ തെളിവുകളും യാഥാർത്ഥ്യവുമായി ഇത് പലപ്പോഴും മുന്നിലെത്തിയിട്ടും അതിനോട് പ്രതികരിക്കാൻ BJP നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഒരു വസ്തുത. ഏതായാലും TN പ്രതാപനും C രവീന്ദ്രനാഥും അടക്കമുള്ള ആളുകൾ അവിടെ എത്തുകയും ഒരു സംഘർഷം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഇവിടെ എന്താണ് നടക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ആ കെട്ടിടത്തിനുള്ളിൽ കയറി അതിനെക്കുറിച്ച് മറ്റുള്ള ആളുകളുമായി സംസാരിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തെങ്കിലും അതിനൊന്നും വഴങ്ങാതെ TN പ്രതാപനെ പോലുള്ള ആളുകളെയൊക്കെ സ്ഥാനാർത്ഥികളെയൊക്കെ ഉന്തിത്തള്ളി കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ നിൽക്കുന്ന രണ്ടുപേരും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന രണ്ടുപേരും നടൻ ദേവനും മറ്റൊരാളും BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ്. ഒരാൾ സംസ്ഥാന നേതാവാണെങ്കിൽ മറ്റൊരാൾ ജില്ലാ നേതാവ് തന്നെയാണ്. ഈ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മത്സരിക്കുന്ന മണ്ഡലത്തിലാണ് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നത്, കിറ്റ് വിതരണം ഉയർന്നത്. പക്ഷേ ഇതിനോടകം രാജീവ് ചന്ദ്രശേഖറോ അതല്ലെങ്കിൽ മറ്റുള്ള നേതാക്കളോ ഈ കാര്യത്തിൽ ഒരക്ഷരം ഉരിയാടാൻ പോലും മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടാലോ പോലീസ് കേസെടുത്താലോ ഇതിനപ്പുറത്തേക്ക് എന്ത് സംഭവിക്കുമെന്നുള്ള ഒരു വെല്ലുവിളിയുടെ ഭാവങ്ങൾ ഇവരുടെ മുഖഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കാണാനാകും. ഏതായാലും എന്ത് നടപടി ഉണ്ടായാലും BJP നേതാക്കൾ ഇതിനകത്തൊരു വിശദീകരണം നൽകേണ്ടി വരും. പക്ഷേ ഈ സമയം അത്രയുമായിട്ടും അവരുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള ഒരു വിശദീകരണവും ഉണ്ടായിട്ടില്ല. മാത്രമല്ല പ്രദേശത്തെ സംഘർഷാവസ്ഥ ആളിക്കത്തിക്കാനുള്ള ഇടപെടൽ എന്നുള്ള നിലയിലാണ് ദേവന്റെയും അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആളുടെയും ഒക്കെ ആംഗ്യ വിക്ഷേപങ്ങളിൽ നമുക്ക് കാണാനാകുന്നത്. അരുണ്യ, ലെവിൻ, ഇതിലിപ്പോൾ ആരൊക്കെയാണ് ഇതിനകത്ത് കൃത്യമായ ഒരു ഔദ്യോഗികമായ പരാതി നൽകിയിട്ടുള്ളത്? അക്കാര്യങ്ങൾ നമുക്ക് ലഭ്യമാണോ? ഒപ്പം തന്നെ BJP പ്രവർത്തകരല്ലാതെ ഏതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇതിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്, ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന കാര്യം നമുക്ക് വിവരങ്ങൾ ലഭ്യമാണോ? BJP പ്രവർത്തകർ, ജില്ലാ നേതാക്കളും അതോടൊപ്പം തന്നെ നടൻ ദേവനും, അത് BJPയുടെ സംസ്ഥാന സമിതി അംഗമാണ് ദേവൻ. അത്തരത്തിലുള്ള ആളുകളാണ് ഇപ്പോൾ ഈ കിറ്റ് വിതരണത്തിന്റെ ഭാഗമായി വാടാനപ്പള്ളിയിൽ ഇടപെട്ടത്. തൃശ്ശൂരിൽ പ്രാദേശിക നേതാവായിട്ടുള്ള രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിൽ കിറ്റ് വിതരണം നടന്നത്. രണ്ടിടങ്ങളിലും LDF ആണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിന്മേൽ LDF തെരഞ്ഞെടുപ്പ് നിയോജക മണ്ഡലം ചുമതലയുള്ള ഭാരവാഹികൾ തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതികൾ നൽകിയതിന് പിന്നാലെയാണ് തൃശൂർ വെസ്റ്റ് പോലീസ് ഒളരിക്കരയിൽ നടന്ന സംഭവത്തിൽ കേസെടുത്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി ഈ സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥരെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ഇവിടെയും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം, ഈ BJP നേതാക്കൾ ഈ കെട്ടിടത്തിനുള്ളിൽ കിറ്റുകൾ തയ്യാറാക്കി വിതരണം ചെയ്യാൻ സൂക്ഷിച്ച കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിപ്പോയി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം. ഇവർക്ക് പുറത്തിറങ്ങാനോ അവിടെ നിന്ന് രക്ഷപ്പെടാനോ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇവർ എത്തിയ വാഹനങ്ങൾ സഹിതം അവിടെ ലോക്കായി കിടക്കുന്ന അവസ്ഥയിലാണ് നിലവിലുള്ളത്. ചുറ്റും LDFന്റെയും UDFന്റെയും BJPയുടെയും ഒക്കെ പ്രവർത്തകർ സംഘടിച്ച് നിൽക്കുന്നതിനാൽ ഇവർക്ക് ഇവിടെ നിന്നും പുറത്തിറങ്ങാനോ രക്ഷപ്പെടാനോ കഴിഞ്ഞിട്ടില്ല. മറ്റെന്ത് നടപടിയാണ് ഇതിന്മേൽ ഇനി അവർ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. BJP നേതാക്കൾ പറയുന്നത്, ഈ ഘട്ടത്തിൽ അവിടെയുള്ള BJP നേതാക്കൾ പറയുന്നത്, നടൻ ദേവൻ ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥനെ കാണാൻ വന്നതാണ് എന്നുള്ള നിലയിലാണ് പ്രതികരണം നടത്തിയത്. അതിന് താഴെയാണ് ഈ കെട്ടിടം പ്രവർത്തിക്കുന്നതും അവിടെയാണ് കിറ്റുകൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതും എന്നുള്ളതാണ് വിരോധാഭാസം. ഏതായാലും ഒരു പ്രതികരണമോ അല്ലെങ്കിൽ വിശദീകരണമോ BJP നേതാക്കളുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷേ ഇതിനകത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷനോ പോലീസ് കേസെടുക്കുന്നതിനപ്പുറം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതും കണ്ടറിയേണ്ടതുണ്ട്. അരുണ്യ, ശരി ലെവിൻ, എന്തായാലും ഈ വിഷയത്തിൽ ഇനി BJP നേതാക്കളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെയൊക്കെ പ്രതികരണം ഏത് രീതിയിൽ വരുമെന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ലെവിൻ K. വിജയനാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.